എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഏതെങ്കിലും ഒരു പുഷ്പത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. പല ആളുകളിൽ നിന്നും കൈപ്പേറിയ ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി. നിങ്ങൾ സഹായിച്ച ആളുകൾ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ നിങ്ങൾക്കെതിരെ നീങ്ങുകയോ ചെയ്തു. മാനസികമായിട്ട് നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടായി. എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നു, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ആളുകൾ വിഷമിപ്പിക്കുന്നു, ഞാൻ ആരെയും ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ കരുതിയില്ല ഇത്രയും അനുകൂലമായൊരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കുമെന്ന്. പക്ഷെ ആ വ്യക്തി അനുകൂലമായൊരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനവുമാണത്. ആ വ്യക്ി ആ തീരുമാനം എടുക്കാൻ മടിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി. ഈ വ്യക്തിക്കും എന്നോട് ആത്മാർത്ഥതയില്ലേ, എന്നെ മറ്റുള്ളവരെ പോലെ ഈ വ്യക്തിയും കൈയൊഴിയുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾ ആശങ്കപ്പെട്ട കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നു. കാരണം ആ വ്യക്തി മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ വ്യക്തിയോട് ഞാൻ ഈ ഘട്ടത്തിൽ ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള നഷ്ടം എൻ്റെ വ്യക്തിക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വം ആ വ്യക്തിക്കൊപ്പം നിൽക്കുകയാണെന്നുള്ളത് ആ വ്യക്തി തീരുമാനിച്ചുറച്ചിരിക്കുന്നു. ആ വ്യക്തി ഇത്രയും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കാൻ വൈകിയത് ആ വ്യക്തിക്ക് ചില സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. ചില ഭാഗത്തു നിന്ന് കൃത്യമായ സമ്മർദ്ദങ്ങൾ ആ വ്യക്തിയിൽ സ്വാധീനമുള്ള ആളുകളിൽ നിന്നും കൃത്യമായ സമ്മർദ്ദം ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തിയുടെ തീരുമാനം വൈകിയത്. പക്ഷേ ഇപ്പോൾ ആ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കിട്ടുന്നു. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ദൃഢതയോടെ കൊണ്ടുപോകാൻ കഴിയുന്നു. അങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു ദർശനത്തിലേക്ക്, ഒരു കാര്യത്തിലേക്ക് നിങ്ങളെത്തുന്നു. ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങളെ ആശങ്കപ്പെടുത്താതെ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. അടുത്തതായി ഈ പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. എന്നെന്നും നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണത്. അത് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടാമത്തെ പൈൽ സ്വീകരിച്ചവരുടെ വ്യക്തി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ പലരുടെയും ശത്രുത ആ വ്യക്തി പിടിച്ചു വാങ്ങുന്നുണ്ട്. അതിലൂടെ ആ വ്യക്തിയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ വ്യക്തിക്ക് പ്രശ്നമല്ല. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുകയാണ്, നിലകൊള്ളുകയാണ്. ആ വ്യക്തി അങ്ങനെയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. അല്ലാതെ ഒരു കാര്യവും ആ വ്യക്തി സ്വീകരിക്കുന്നില്ല. തൻ്റെ നിലനിൽപ്പ് ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രശ്നമല്ല. താൻ സ്നേഹിക്കുന്ന വ്യക്തി ഇല്ലെങ്കിൽ, താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സംരക്ഷണമില്ലെങ്കിൽ അല്പം പോലും തനിക്കത് ഭൂഷണമല്ല, അല്പം പോലും തനിക്കത് നല്ലതല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും നിർണായകവും ഏറ്റവും അനുകൂലവുമായ ഒരു തീരുമാനത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു ചിന്ത വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം. ആ വ്യക്തിയുടെ ജന്മം തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളൊരു പക്ഷേ അത്ഭുതപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇത്രയും ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്നത്? ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ഉണ്ട്. നിങ്ങളില്ലാതെ അല്പം പോലും മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങൾക്കൊപ്പം
ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചോ നിങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചോ ആ വ്യക്തിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് വരികയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുത്ത് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നൊരു വ്യക്തി. എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ, അതിലൊക്കെ നിങ്ങൾ പ്രതിസന്ധിയിലേക്കായിപ്പോയപ്പോൾ, വെല്ലുവിളിയിലേക്കായിപ്പോയപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ കഴിവുള്ളവർ, നിങ്ങൾ സഹായിച്ചവർ, നിങ്ങളെ സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ, അവർ സഹായിക്കാതിരുന്നിട്ടും ആ വ്യക്തി നിങ്ങളെ സഹായിച്ചു. അതുതന്നെയാണ് ആ വ്യക്തിയുടെ ഏറ്റവും നല്ല മനസ്സ്. ആ വ്യക്തി അത് നിങ്ങളെ സഹായിച്ചു. അതിലൂടെ ആ വ്യക്തിക്ക് നഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ഏറ്റെടുക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബോധ്യം വേണം. കഴിവുള്ളവർ സഹായിച്ചില്ല, പക്ഷേ ആ വ്യക്തി നിങ്ങളോടുള്ള ആത്മാർത്ഥതയുടെ പേരിൽ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.